നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗുമായി സീറ്റുകൾ വെച്ചുമാറുന്നതിൽ ഹൈക്കമാൻഡിനോട് KPCC അനുമതി തേടി. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറാനാണ് ധാരണ. ഗുരുവായൂർ സീറ്റ് ലീഗ് വിട്ടു നൽകിയാൽ കോൺഗ്രസ് TN പ്രതാപനെ മത്സരിപ്പിക്കും. പകരം പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകും. കൊച്ചി, കളമശ്ശേരി സീറ്റുകൾ വെച്ചുമാറിയാൽ കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയായേക്കും. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി. മുസ്ലിം ലീഗും കോൺഗ്രസും സീറ്റ് വെച്ചുമാറാൽ ചർച്ച തുടരുമെന്ന് VD സതീശൻ മീഡിയ വണ്ണിനോട്. കോൺഗ്രസ് നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്ന ചില സീറ്റ് ലീഗിന് നൽകും. ലീഗ് തോൽക്കുന്ന ചില സീറ്റുകൾ കോൺഗ്രസിന് നൽകും. UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ നടത്തുമെന്നും സതീശൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. വലിയ വാശിയുള്ള തർക്കങ്ങളോ വാശി പിടിച്ച കാര്യങ്ങളോ ഒന്നുമില്ല. അത് ചില സീറ്റുകൾ ഞങ്ങൾ തമ്മിൽ ഞങ്ങൾ തോറ്റുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ അവർക്ക് കൊടുക്കും, ചിലപ്പോൾ അവർ ജയിക്കും, സാധ്യതയുണ്ട്. അവർ തോറ്റുകൊണ്ടിരിക്കുന്ന സീറ്റുകൾ ചിലത് ഞങ്ങൾ തരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയൊന്നുമില്ല. ഞങ്ങൾ ഒരു റൗണ്ട് ചർച്ച കഴിഞ്ഞേ ഉള്ളൂ. അടുത്ത റൗണ്ടിൽ ചർച്ച തീരും. ഒറ്റ ടേബിളിൽ തീരാവുന്ന വിഷയങ്ങളിലെല്ലാം ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ടേബിളിൽ തീരും. 27-ാം തീയതിയിലേക്ക് സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് ഈ മാസം അവസാനത്തോടുകൂടി കടക്കും. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. D ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ധനസുമോദ്, ഈ സീറ്റ് വെച്ചുമാറൽ കാര്യത്തിൽ ഹൈക്കമാൻഡിൽ നിന്ന് ഒരു പോസിറ്റീവ് സമീപനം തന്നെയാണ് ഉണ്ടായതെന്നാണോ നേതാക്കളുടെ പ്രതികരണം? ഈ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്ന് പ്രധാനമായിട്ടും നടക്കുന്നത് റിപ്പോർട്ടിംഗ് ആണ്. അതിലും റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഈ സീറ്റ് വെച്ചുമാറൽ ചർച്ച, അതുപോലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം, അതിവേഗം നടപ്പിലാക്കൽ, സംവരണ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം തുടങ്ങിയവയായിരുന്നു. ഈ വാർത്ത ശരിവെക്കുന്ന പ്രതികരണം തന്നെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ തരത്തിലുള്ള സീറ്റ് ചർച്ച പോകുമ്പോൾ ലീഗ് നിരന്തരം തോക്കുന്ന ചില സീറ്റുകളുണ്ട്, അതേപോലെ തന്നെ കോൺഗ്രസ് നിരന്തരം തോൽക്കുന്ന ചില സീറ്റുകളുണ്ട്. അവിടെ ഈ പരസ്പരം സീറ്റുകൾ വെച്ചുമാറുകയാണെങ്കിൽ ഇരു പാർട്ടികൾക്കും ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. ആ തരത്തിലുള്ള സീറ്റുകൾ ഏതാണ് എന്ന് കണ്ടെത്തിയുള്ള ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒന്നാം ഘട്ട ചർച്ച വിജയകരമായി തന്നെ പൂർത്തിയായി എന്നുള്ളൊരു കാര്യമാണ് പ്രതിപക്ഷ നേതാവ് യോഗത്തിന് ശേഷം അറിയിച്ചത്. ഇനിയും രണ്ടാം ഘട്ട ചർച്ച ഇനിയും തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. ചില ജില്ലകളടക്കം പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വാർത്ത നൽകിയിരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ഗുരുവായൂർ സീറ്റ് അവിടെ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ TN പ്രതാപനായിരിക്കും അവിടെ UDF സ്ഥാനാർത്ഥിയാകാൻ പോകുന്നത്. അതേസമയം തന്നെ പട്ടാമ്പി സീറ്റ് കോൺഗ്രസിന്റെ നിലവിൽ കൈവശമുള്ളതും കോൺഗ്രസ് നിരന്തരം തോക്കുന്ന സീറ്റുമാണ്. അത് ലീഗിന് കൊടുത്താൽ ലീഗിന് ജയിക്കാം എന്നുള്ള ഒരു ഏകദേശ ധാരണയുണ്ട്. ഇതുപോലെയാണെങ്കിൽ എറണാകുളത്താണെങ്കിൽ P രാജീവനെ നേരിടാൻ മുഹമ്മദ് ഷിയാസ് തന്നെ വേണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് UDFിൽ ഉയർന്നു കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കളമശ്ശേരിയിൽ മത്സരിച്ച് നിരന്തരം തോൽക്കുന്നത് ലീഗാണ്. ലീഗ് ആ സീറ്റ് കോൺഗ്രസ് നൽകുകയും ലീഗ് മത്സരിച്ച് തോൽക്കുന്ന സീറ്റ് കോൺഗ്രസ് നൽകുകയും കോൺഗ്രസ് മത്സരിച്ച് തോക്കുന്ന സീറ്റുകൾ, അതായത് മട്ടാഞ്ചേരി, പഴയ മട്ടാഞ്ചേരി, ഇപ്പോൾ നിലവിലെ കൊച്ചി, ആ സീറ്റ് ലീഗിനും കൊടുക്കുക എന്നുള്ള ഒരു ധാരണ ഏകദേശമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചർച്ചയും റിപ്പോർട്ടിങ്ങുമാണ് ഇന്ന് നടന്നത്. 27-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് സമിതി യോഗം. ഈ യോഗത്തിന് മുമ്പായി പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയാണ്. ഫെബ്രുവരി ആദ്യവാരം തന്നെ സിറ്റിംഗ് സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. പാലക്കാട്, തൃപ്പൂണിത്തുറ ഒഴികെയുള്ള സ്ഥാനാർത്ഥികളെയായിരിക്കും പ്രഖ്യാപിക്കുക. സംവരണ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും ഫെബ്രുവരി ആദ്യവാരം തന്നെ പ്രഖ്യാപിക്കാനാണ് ഏകദേശം തീരുമാനമായിരിക്കുന്നത്. D ധനസുമോദാണ് ഡൽഹി.